അപ്പോൾ ഇന്നിവിടെ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല തണുത്ത ഒരു ഷേക്കാണ്, ബനാന മിൽക്ക് ഷേക്ക് വിത്ത് ചോക്ലേറ്റ് ഫ്ലേവർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല തണുത്ത റോബസ്റ്റ പഴം വേണം. നല്ല പഴുത്ത റോബസ്റ്റ പഴമായിരിക്കണം. അപ്പോൾ ഈ റോബസ്റ്റ പഴത്തിൻ്റെ മധുരം നല്ലതുപോലെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ മധുരമോ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മധുരം കൂടുതൽ വേണ്ടവർക്ക് പഞ്ചസാരയോ തേനോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു മിക്സർ ഗ്രൈൻഡറിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ ഞാനിവിടെ ചേർക്കുന്നത് പീനട്ട് ബട്ടറാണ്. പീനട്ട് ബട്ടർ 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. പഴം ഞാനിപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ അങ്ങ് മുറിച്ചിടുക, നല്ല പഴുത്ത പഴമായതുകൊണ്ടാണ്. മധുരം നമുക്കിതിൽ നിന്ന് കിട്ടുകയും ചെയ്യും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പീനട്ട് ബട്ടർ അത് 1 സ്പൂൺ. നമുക്ക് ഈ ചൂടത്ത് നല്ലൊരു ഉന്മേഷമൊക്കെ കിട്ടുന്നൊരു ഷേക്കായത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2 തുള്ളി വാനില എസൻസ്. ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ടാണ് വാനില എസൻസ് ചേർക്കുന്നത്. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവർ നൽകുന്ന കൊക്കോ പൗഡർ 1/2 സ്പൂൺ മുതൽ 3/4 സ്പൂൺ വരെ ചേർത്താൽ മതി. ഒരുപാട് ചേർക്കരുത്. നമുക്ക് ചോക്ലേറ്റിൻ്റെ ചെറിയൊരു രുചി മതി. ഒത്തിരി ചേർത്താൽ അരുചി വരും, കയ്പ്പ് വരും. അതിൻ്റെ കൂടെ തണുത്ത പാല് ഇത്രയും മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. നല്ലപോലെ അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുള്ള, കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ല ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഈ ചൂട് സമയത്ത് നല്ലൊരു ഉണർവും ഉന്മേഷവും സന്തോഷവും ഒക്കെ നൽകുന്നൊരു നല്ലൊരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.